ഭൂകമ്പം തകർത്ത വെനസ്വേലയിൽ നിന്ന് ഒരു അത്യപൂർവ അതിജീവനത്തിൻ്റെ കഥ പുറത്തു വന്നിരുന്നു. തകർന്നു വീണ 9 നില കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്നും 8 ദിവസങ്ങൾക്ക് ശേഷം ഒരു ജീവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ 41 വയസ്സുകാരൻ ആൽബർട്ടോ ഫ്ലോറസ്. മണ്ണിനടിയിൽ ഒരു ജീവനുണ്ടെന്ന് സുരക്ഷാ ജീവനക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൽബർട്ടോ അവരോട് റിക്വസ്റ്റ് നടത്തി. കരൾ പിളർക്കുന്നൊരു റിക്വസ്റ്റായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം ഭാര്യയോട് പറയണ്ട, എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവൾക്ക് ഇന്നലെ വെറുതെ പ്രതീക്ഷ കൊടുക്കുന്നേ. 2 തുരങ്കങ്ങളുണ്ടാക്കി 100 മണിക്കൂറിൽ അധ്വാനിച്ചിട്ടാണ് ഈ മനുഷ്യനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മണ്ണിനടിയിൽ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയില്ലാതിരുന്ന മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ ആകുലത ആരെക്കുറിച്ചാണ്? ഭാര്യയെക്കുറിച്ചാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഈശോയുടെ കസിൻ യോഹന്നാൻ കൊല്ലപ്പെട്ടു. അടക്കം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ വന്ന് പറയുന്നത്. അപ്പോഴാണ് ഈശോ അറിയുന്നത്. അതുകൊണ്ടാണ് ഈശോ ഒറ്റയ്ക്ക് വിജന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടം ജനതയാണ്. അവരുടെ സങ്കടം ഈശോയുടെ സങ്കടത്തെ ഓവർടേക്ക് ചെയ്യാണ്. ഈശോയുടെ രോഗത്തെക്കുറിച്ച്, അവരുടെ വിശപ്പിനെക്കുറിച്ചൊക്കെയാണ് പിന്നെ ആകുലപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് സപ്പറിൻ്റെ അതേ വാക്കുകളാണ്. എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്നു. സൂചന പരിശുദ്ധ കുർബാനയിലേക്കാണ്. എൻ്റെ സങ്കടങ്ങളെ അവരെൻ്റെ സങ്കടം റീപ്ലേസ് ചെയ്യുമ്പോൾ അതാണ് കുർബാന.